അങ്ങനെ നമ്മൾ നാക്കോയിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പിന്നെ നമ്മളെ ഡോൾബി അനിയനോട് ടാറ്റയും പറഞ്ഞ ശേഷം ഇവിടെ അടുത്തൊരു മൊണാസ്ട്രി ഉണ്ട്, അങ്ങോട്ടേക്ക് വണ്ടി വിട്ടു കേട്ടോ. ഇപ്പൊ നമ്മളെ നാക്കോലെ മൊണാസ്ട്രിയിലാണ്. പക്ഷേ നമ്മൾ നല്ല ഭാഗ്യം കൊണ്ട് ഇവിടെ അടച്ചിരിക്കുന്നു. എന്തോ ഇപ്പൊ തുറക്കത്തില്ലെന്ന് പറഞ്ഞത് അറിയില്ല. പിന്നെ അവിടെ ചില ചിമിട്ട പിള്ളേരൊക്കെ ഇത് സ്കൂളാട്ടോ, സ്കൂളാണ്. പിന്നെന്താ കൊള്ളാം, പൊളി പൊളി വൈബ്. ചോട്ട പിള്ളേരെ കണ്ടു, എന്ത് രസമല്ലേ കാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് നമ്മുടെ നാക്കോല മൊണാസ്ട്രി ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ നാക്കോലെ മൊണാസ്ട്രിന്റെ തൊട്ടടുത്ത് ചെറിയ മക്കളുടെ ഒരു കോൺവെന്റ് സ്കൂൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് അവിടെ കുറേ മക്കളെ കണ്ടിരുന്നു. അങ്ങനെ ഞാനും അരുണേട്ടൻ അങ്ങോട്ട് പോയി കേട്ടോ. കൂടാതെ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ ആ മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ആ ചെറിയ വകയുടെ പിറന്നാളാണ് കേട്ടോ ഒന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോ എൻ്റെ അടുത്തൊരു ചോട്ടാപ്പി വന്നു കേട്ടോ. അവൻ്റെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം. ആ ചോട്ടാപ്പി എൻ്റെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കത്തെ കണ്ടപ്പോൾ മറ്റുള്ള 2 കുറുമ്പന്മാരും കൂടി എൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ ഗ്ലൗസൊക്കെ ഇങ്ങനെ നോക്കുന്നു കേട്ടോ. ചെറിയ മക്കളില് അവരുടേതായ കൗതുകവും കാര്യങ്ങളൊക്കെ ആ കണ്ണുകളിലേക്ക് കാണരുത് കേട്ടോ. ദേ നോക്കിയേ, ദൂരെ ഒരു മോള് കയറുകൊണ്ട് സ്കിപ്പിങ് ചെയ്യുന്നു കേട്ടോ. ഏറ്റവും രസം എന്താന്ന് വെച്ചാൽ ആ കുട്ടി സ്കിപ്പിങ്ങിൽ ഭയങ്കര പ്രോ ലെവലാണ്. ഗുണ്ടരുണ്ട് मैं मैथ्स पढ़ाता हूँ, ईवीएस पढ़ाता हूँ, सब पढ़ाता हूँ. हाँ सच्ची. स्कूल का नाम क्या है? क्या? अरे वाह, ठीक है चले चले. നമ്മളില്ലേ ഇന്നലെ എന്തുകൊണ്ട് നിർത്തി എല്ലാം കൊണ്ട് പോടിയില്ലേ, ഒന്നും പറയല്ല, ഫുൾ ಖುಷി തന്നെ. ഹാപ്പി ദിവാലി. അങ്ങനെയൊക്കെ അവിടുത്തെ എല്ലാ മക്കളോടും ഞങ്ങള് വീണ്ടും ഒരിക്കലും നമുക്ക് എപ്പോഴെങ്കിലും കാണാന്ന് പറഞ്ഞോണ്ട് നമ്മൾ അവിടുന്ന് കാസലേക്ക് വണ്ടി എടുത്തിട്ടോ. ബൈ ബൈ, ഹാപ്പി ദിവാലി. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞങ്ങൾ എങ്ങനെയോ ഇവിടെ വന്ന് നിർത്തിയതാണ്. പക്ഷെ ഇത്രയ്ക്ക് നല്ലൊരു മുത്തുമണികളെ നമ്മുടെ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്നു ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. വണ്ടി കാസയിലേക്ക്.